ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഷവർമ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, അതും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഷവർമ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇവിടെ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാബേജിൻ്റെ കറക്റ്റ് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എത്രയാണോ ഫില്ലിംഗ് ഒക്കെ എത്ര സാൻഡ്വിച്ച് റെഡിയാക്കുന്നോ അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആ കുരു വരുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണേ. കാരണം ആ ഒരു കുരു വരുന്ന പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്ങിൽ ഒരു വെള്ളത്തിൻ്റെ ടച്ച് ഉണ്ടാവും. അന്നേരം ഫില്ലിങ് നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചിക്കൻ ഫ്രൈയിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ ബ്രെഡ് കോൺ സമോസ ചെയ്ത സമയത്ത് ഈ ഒരു ചിക്കൻ ഫ്രൈ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറുതെ ഞാൻ വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് കരുതിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതെ അവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്കിതിലേക്ക് എരിവിനും നിങ്ങളുടെ ഫ്ലേവറിനും ഒക്കെ ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഏതാണ്ട് ഇപ്പോൾ 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ എടുത്തിട്ട് കാണിക്കുന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ മയോണൈസ് നിങ്ങൾ എത്രയാണോ എല്ലാ മെഷറിങ് കാര്യങ്ങളും എടുക്കുന്നത് ആ ഒരു ഫില്ലിങ് നന്നായിട്ട് മിക്സ് ആകാൻ പാകത്തിനായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, കാരണം ബ്രെഡിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നനഞ്ഞു പോയിക്കുന്ന ബ്രെഡ് നമുക്ക് നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ മിക്സ് ആവാൻ പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. മയോണൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും മയോണൈസ് എത്തുന്ന രീതിയിൽ. അതുപോലെ തന്നെ മയോണൈസ് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ചേർത്ത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട് മയോണൈസ്. അപ്പോൾ നമ്മൾ ബ്രെഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ലിക്വിഡ് ഫോം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒലിച്ച് വരുന്നൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ നന്നായിട്ട് മയോണൈസ് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയിൽ മതി കേട്ടോ, ഒരുപാടാവാതെ ഈ ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസി മതി. ഇനി ഈ ഒരു ബ്രെഡ് ഷവർമ സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ടുള്ള ബ്രെഡൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് റോളർ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കാം. സൈഡൊന്നും കട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് സൈഡ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ കീറിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോളും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം. കണ്ടില്ല ഈ ഒരു രീതിയിൽ. അപ്പോൾ മുഴുവൻ ബ്രെഡും നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ ബ്രെഡും പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം, ചിലവർക്ക് ഒരുപാട് ഫില്ലിംഗ് ആയിട്ട് ഇഷ്ടമാവില്ല. അങ്ങനെയാണെങ്കിൽ ഫില്ലിങ്ങിൻ്റെ അളവ് കുറക്കും കൂട്ടുമൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കെച്ചപ്പൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ആക്കി കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പക്ഷെ എനിക്കതിലൊന്നും നല്ലൊരു ടേസ്റ്റ് താല്പര്യമില്ല, അപ്പോൾ ഈ ഒരു രീതി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ബ്രെഡ് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം തടവിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ നമുക്കിതുപോലെ കോണായിട്ട് മടക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളൂ. അഥവാ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ഗമ്മ് പോലെ ആക്കിയിട്ട് അതും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പൊതുവെ ഇങ്ങനെയാണ് ചെയ്യാറ്. സാധാരണ ബ്രെഡിൽ വെള്ളം ഒട്ടി നിൽക്കും നന്നായിട്ട് വെള്ളത്തോട് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൈദയിൽ ചെയ്യാം. അപ്പോൾ കണ്ടില്ല, എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവൻ ബ്രെഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ബ്രെഡൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സാധാ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡ് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷവർമ ബ്രെഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല, ആ ഒരു രീതിയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും കവറാകുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ 2 ബ്രെഡും കോട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കാരണം ഒരുപാട് വേവേണ്ട സമയമൊന്നുമില്ല, ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയി കളറാകുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കോരിയെടുക്കാൻ വേണ്ടു. നമ്മൾ ഓൾറെഡി ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുള്ളതല്ലേ, പിന്നെ ബ്രെഡ് ഒന്ന് മുട്ട മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാനല്ലേ ഉള്ളൂ, ബാക്കി എല്ലാ ബ്രെഡല്ലേ, പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു സെറ്റ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബ്രെഡ് ഷവർമ സാൻഡ്വിച്ച്. ഈസി അല്ലേ ചെയ്യാനായിട്ട്. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒക്കെ കണ്ടില്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഷവർമ മിക്സൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ബ്രെഡിലും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.